ഉണ്ടോ കളർ? സൂപ്പർ. നല്ലതാണോ? നല്ലതാണ്. സീഡിന് കുറവല്ലേ? നല്ല ടേസ്റ്റ് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം സാധാരണ പേരക്കേക്കാളിൽ നന്നായിട്ടുണ്ട്. ന്യൂ മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫാം കാണാൻ വേണ്ടി നമ്മുടെ ഒരു സാറ് വന്നിട്ടുണ്ട്. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക സാറേ. ഹലോ, ഞാൻ ഡോക്ടർ അനീഷ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് ആണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫാം ഒന്ന് കാണാമെന്നോർത്താണ് വന്നത്. ഒത്തിരി വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഫ്രൂട്ട്സിനെ കുറിച്ച്. വിദേശ രാജ്യങ്ങളിലുള്ള ധാരാളം ഫ്രൂട്ട്സ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണുള്ളതെന്ന് അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ സാറ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ ഒരു റെഡ് ഡയമണ്ട് ഒരു പേരയ്ക്ക ഇതേ കിടപ്പുണ്ട്. പഴുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഇത് കണ്ടോ കൊലയായിട്ടാണ് റെഡ് ഡയമണ്ട് കായ്ക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തൈകളാണ് നമ്മൾ DTC എത്തിക്കുന്നത്. പക്ഷേ റെഡ് ഡയമണ്ടിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെയല്ലേ ഒരു കൊല കണ്ടോ കുറേ ഒന്നിച്ച് കിടക്കുവാണേ. ആയി പറഞ്ഞ ഓക്കെ. അപ്പോൾ ഒന്ന് പറിച്ചു മാറി ഇവിടെ നോക്കട്ടെ. ഇങ്ങോട്ട് കറിയാം. ഉണ്ടോ കളർ? അതെ. സീഡ് കുറവാണ്. സീഡ് കുറവാണ്. സീഡ് കുറവ് മാത്രമല്ല ടേസ്റ്റ് ഭയങ്കര. ഇവിടെ കൊച്ചു പിള്ളേർ ഉണ്ട്. മാർക്ക് കൊടുക്കാം. പിടിക്കടാ. എൻ്റെ പേരെന്നാ? അടുത്ത പേരാ പിടി. സൂപ്പർ. നല്ലതാണോ? നല്ലതാണ്. സീഡിന് കുറവല്ലേ? നല്ല ടേസ്റ്റ് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം സാധാരണ പേരക്കേക്കാളിൽ നന്നായിട്ടുണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് 1, 2, 3 ഉണ്ട്. ഞാൻ ഇതിന്റെ വെറൈറ്റി പറയില്ല. കാരണം ഒരു വെറൈറ്റി പറഞ്ഞാൽ അത് തന്നെ പറയും മറ്റുള്ളവര്. അപ്പം ഇതിനകത്ത് പല വിലയുണ്ട് റെഡ് ഡയമണ്ടിന്. ഇപ്പം ഇത് പഴുത്തില്ലേ? ഇതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ ഉണ്ടോ. എന്നാലും ഒരു കളറുണ്ട്. ഒന്ന് പിടിച്ച്. ഞാനത് ആദ്യം എടുത്തത് ഒരു 700 ഗ്രാം വരെ തൂക്കം വരും. അപ്പോൾ നമ്മളിതിൽ വലിയൊരു കൃഷി ചെയ്തു. ഇനി ബ്ലാക്ക് ഡയമണ്ട്, വൈറ്റ് ഡയമണ്ട് എല്ലാം കൃഷിയുണ്ട്. ബ്ലാക്ക് ഡയമണ്ട് പേരെയാ. കളർ വ്യത്യാസമുണ്ടോ? കറുപ്പല്ല, റെഡിൽ ഡാർക്ക്. പിടിച്ചോ. ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ കടയിൽ ചെന്ന് മേടിച്ചാൽ കിട്ടുമോ? ഇതെല്ലാം പലയിടത്തും തന്നെ ഇപ്പൊ ഇന്ത്യയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കറക്റ്റ്. സബർജില്ല പിയർ പോലെ ഇരിക്കും. ആർക്കാ കിട്ടാത്ത? അല്ലെന്ന് ഇവന് കൊടുക്കാന്ന് സാധനം റബേ എല്ലാവർക്കും കിട്ടിയില്ലേ? അല്ല, ഇന്ത്യയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ വേറെ വഴികളിലൂടെ വരുള്ളൂന്നുള്ളൂ. ഇന്ത്യയിലെല്ലാം കൊണ്ടുവരാൻ അനുവാദമില്ല. എങ്ങനെയാണേലും എത്തുന്നുണ്ട്. ഞാനിവിടെ കട്ടപ്പനയിലെ മിറാക്കിൾ ഫാമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിജു ചേട്ടനെ കാണാനും ഫാം ഒന്ന് കാണാനും ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേനും കിട്ടിയ അനുഭവം ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല വെറൈറ്റി ഫ്രൂട്ട്സുകൾ. മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ഉണങ്ങിയ ഫ്രൂട്ടാണിത്. അപ്പോൾ ഇത് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. യൂറിക് ആസിഡ്, ഷുഗർ പോലെയുള്ള എല്ലാത്തിനെയും കുറയ്ക്കും എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോയി കൂടിയാണ്. അതുപോലെ പല വെറൈറ്റി പേര കണ്ടു. ആപ്പിളിൻ്റെ തന്നെ നല്ലൊരു ഫാം. അതായത് ഇടുക്കി ജില്ലയിൽ ആപ്പിൾ ഇത്രയും നന്നായിട്ട് വളരുമെന്ന് കണ്ടത് ഇവിടെ വന്നപ്പോഴാണ്. അതായത് ചേട്ടൻ്റെ ഫാം എന്ന് പറയുന്നത് എല്ലാവർക്കും നേരിട്ട് കണ്ട് അനുഭവിച്ച് പോകാൻ പറ്റുന്ന ഒരു ഫാമായിട്ടാണ്. ഓറഞ്ചുകൾ. അതെ. ഓറഞ്ച് വെറൈറ്റി എന്ന് പറയുന്നത് എത്ര വെറൈറ്റി ഉണ്ട്? ഓറഞ്ച് ഇപ്പോൾ ഒരു 7 വെറൈറ്റീസ്. നല്ല മധുരമുള്ളതും വലിപ്പവും. അതായത് നമ്മൾ കണ്ടിട്ട് സാധാരണ കാണുന്ന നാഗ്പൂർ ഓറഞ്ച് അല്ലാതെ ഇത്രയും വെറൈറ്റികളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഓറഞ്ചിന്റെ തന്നെ. അപ്പോൾ സാറിന് ഫാമിനെ പറ്റി ഇഷ്ടപ്പെട്ടു? അതെ. വളരെ നല്ല
അപ്പം ലൊക്കേഷൻ ഇതാണ്. കട്ടപ്പനയിൽ നിന്ന് 10 കിലോമീറ്റർ വരും മിറാക്കിൾ ഫാം ഹൗസ് ലൊക്കേഷൻ എടുക്കുക. ഇടുക്കി ജില്ലയാണ്. അപ്പോൾ സാറിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഇതുപോലെ അനേകരെ ഇവിടെ വരുന്നുണ്ട്. ഗവൺമെൻറ്റിലെ വലിയ വലിയ ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പം വന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ മിറാക്കിൾ ഫാം ഒരു വിരുന്ന് ഇവിടെ ഒരുക്കിയതിന് വളരെ നന്ദി. ഓക്കെ സന്തോഷം. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞായർ അവധിയാണ്. നിങ്ങൾ വരുന്നവർ ദയവ് ചെയ്ത് രാവിലെ 9 തൊട്ട് 5 വരെ മാത്രം. 5 കഴിഞ്ഞ് വരൽ. ഇത് വീടാണ്, ആരും ഉണ്ടാവുക. അത് മാത്രം ശ്രദ്ധിക്കുക. ബൈ ബൈ.